next topic is very important, the types of education. എഡ്യൂക്കേഷൻ്റെ ടൈപ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ, അങ്ങനെ 3 ടൈപ്സ് ആണ് എഡ്യൂക്കേഷൻ ഉള്ളത്. ഫോർമൽ ഫസ്റ്റ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ എഡ്യൂക്കേഷൻ ടൈപ്പാണ് ഫോർമൽ എഡ്യൂക്കേഷൻ. ദെൻ എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ സ്ട്രക്ചർ. ഫോർമൽ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു ദ സ്ട്രക്ചേർഡ് and systematic learning that takes place within established institutions like schools, colleges and universities. ഇപ്പോൾ നമ്മുടെ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ, നമുക്കൊരു സ്കൂളുണ്ട്, അതിലൊരു കരിക്കുലം ഉണ്ട്, ഒരു അക്കാദമിക് ഇയർ ഉണ്ട്. ആ ഒരു ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ലേണിംഗ് ആണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ പോലെയുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ. ദെൻ നെക്സ്റ്റ് കരിക്കുലം. ഇറ്റ് ഫോളോസ് എ പ്രീ ഡിറ്റർമൈൻഡ് കരിക്കുലം ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ എഡ്യൂക്കേഷണൽ അതോറിറ്റി. എഡ്യൂക്കേഷണൽ അതോറിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്നുണ്ട് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മളെ ഡിഗ്രി, PG ആ ഒരു ഇപ്പോൾ ഡിസ്റ്റൻ്റ് അല്ല, നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോളേജിൽ പോകുന്നുണ്ട്. അവിടെ നമുക്ക് എന്താണ് ഒരു കരിക്കുലം ഉണ്ട്, ഒരു ഡിറ്റർമൈൻഡ് കരിക്കുലം ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, UGC ഒക്കെ അംഗീകരിച്ചിട്ടുള്ള കോളേജുകളിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കരിക്കുലം അത് ഫോളോ ചെയ്തിട്ടാണ് കോളേജും യൂണിവേഴ്സിറ്റിയും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. ദെൻ formal education certification. Formal education is typically recognized through certificates, diplomas or degrees indicating the successful completion of specific levels of education. ഒരു സ്പെസിഫിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ പൂർത്തിയാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നമ്മൾ വിജയിച്ച് പൂർത്തീകരിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ്സ്, അതായത് ഡിപ്ലോമ ആയാലും ഡിഗ്രിക്ക് ഉള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. The primary goal of informal education is to provide a comprehensive and well-structured learning experience that leads to academic and professional qualification. എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഗോളാണ്. പ്രൈമറി ഗോൾ എന്നുള്ളത് ഈസ് ടു പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ലീഡ്സ് ടു അക്കാദമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അത് എന്ത് ചെയ്യുന്ന അക്കാദമിക്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിലേക്കും ലീഡ് ചെയ്യുന്നുണ്ട്. ദെൻ ടീച്ചേഴ്സ്. നമുക്ക് എന്ത് ചെയ്യുന്നതാണ് ആ ഫോർമൽ എഡ്യൂക്കേഷൻ ഒരു കരിക്കുലം ഉണ്ട്, അതിനുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു നോക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, ദേ ആർ ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ഓർ ഇൻസ്ട്രക്ടേഴ്സ് ഡെലിവർ ഫോർമൽ എഡ്യൂക്കേഷൻ ഫോളോവിങ് സ്പെസിഫിക് പെഡഗോജിക്കൽ അപ്രോച്ചസ്. എന്താണ് നമുക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇപ്പോൾ PG ആണെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് കാര്യങ്ങൾ, നെറ്റ് ക്വാളിഫിക്കേഷന് കോളേജ് ലെവലിലൊക്കെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതേപോലെ +2 ലെവൽ, +1, +2 ലെവലിലാണെങ്കിൽ നമുക്ക് സെറ്റ് അപ്രൂവ് ചെയ്യണം. ദെൻ KTET അങ്ങനെയുള്ള ഒരു ക്വാളിഫൈ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനിൽ ടീച്ചേഴ്സായിട്ട് ഉണ്ടാവുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് ക്രോണോളജിക്കൽ. ഇതിനെന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആൾക്കാരും അതിൻ്റെ ക്രോണോളജിക്കൽ ആയിരിക്കാം. ഇത് ഡിമാൻഡ്സ് ഹൈലി ക്വാളിഫൈഡ് എക്സ്പേർട്സ് ടീച്ചേഴ്സാണ് ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് എ പെർട്ടിക്കുലർ സ്ട്രക്ചർ ഓഫ് ഡെലിവറി. ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ എന്തുണ്ട് ഫോർമൽ എഡ്യൂക്കേഷന് ഉണ്ട്. ഇതൊക്കെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സ്കൂൾ ലെവലും കോളേജ് ഇവിടെ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ അല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ടുള്ള കോളേജൊക്കെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻസ് ആണ്.